ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഖം. ഏവർക്കും കാര്യസ്ഥൻ ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് മാരിഗോൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയ മിനി ഹോളിലാണ്. ചങ്ങനാശ്ശേരി ബൈപ്പാസിലുള്ള വളരെ മനോഹരമായ ഒരു ജാതി തോട്ടത്താൽ നിറഞ്ഞു നിൽക്കുന്ന മാരിഗോൾഡ് എന്ന് പറയുന്ന ഒരു ഹോളിലാണ്. ഏകദേശം ഒരു 300 പേരോളം ഫംഗ്ഷൻ കാണുകയും ഒരു 110-120 പേർക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ ഹോളാണ്. ഇഷ്ടിക കല്ലുകളുടെ ഒരു നിറത്തിൽ ഡിസൈൻ ചെയ്ത ഹോൾ, വൈറ്റ് ഷെയ്ഡാണ് ടോപ്പ്. അപ്പം വളരെ ചെറിയ ഹോളാണെങ്കിലും വളരെ മനോഹരമായ ഹോളാണ്. അത്യാവശ്യം ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനുകൾക്ക്, ഒരു ചെറിയ മിനി റിസപ്ഷനും ബർത്ത്ഡേ ഫംഗ്ഷനും ഒക്കെ വളരെ മനോഹരമായി അനുയോജിക്കുന്ന ഒരു ഹോളാണ് മാരിഗോൾഡ്. അപ്പൊ അവിടെ നമ്മളൊരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് കർക്കിടകത്തിൽ ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പൊ ആ കർക്കിടകത്തിൽ സാധാരണ വെഡിങ്ങുകളൊന്നും നടക്കാറില്ല, എൻഗേജ്മെന്റ് നടക്കാറില്ല. ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നു, ഓഗസ്റ്റ് 6-ാം തീയതി ആയിരുന്നു. അപ്പൊ ആ മുഹൂർത്തത്തിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്തായാലും സാധാരണ ഹിന്ദു വെഡിങ് ഫംഗ്ഷനുകളിൽ ഫുഡ് വെജിറ്റേറിയൻ ആയിരിക്കും, സദ്യ ആയിരുന്നു. അപ്പൊ എൻഗേജ്മെന്റ് ഇവരൊരു ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താന്ന് വിചാരിച്ച് അവർ നോൺ വെജ് ഫുഡാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മൾ അവരാഗ്രഹിച്ച പോലെ ഒരു ചന്ദന കളർ കോസ്റ്റ്യൂമിലായിരുന്നു പെൺകുട്ടിയും വരനും ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആ കോസ്റ്റ്യൂമിനെ ബേസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗ്രീൻ ഷെയ്ഡിലാണ് സ്റ്റേജ് ചെയ്തത്. വളരെ എല്ലാവരും ഒരുപാട് പേര് നമ്മളോട് എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. കാരണം നമ്മളൊരു എല്ലാ വീഡിയോയിലും നമ്മൾ ചെല്ലുമ്പോൾ അവരോട് ചോദിക്കും ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം എന്താണ്, അവർ തീം അനുസരിച്ച് ചെയ്യുന്നത് എന്തിനാണെന്നുള്ളതിനൊരു വലിയൊരു മറുപടി എനിക്ക് ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്തപ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് അത് മനസ്സിലായി. കാരണം അവിടെ നിന്ന് ആളുകൾ കൂടുതലായിട്ട് പറഞ്ഞത് കുട്ടികളെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ഷെയ്ഡ് ആയതുകൊണ്ട് അവരുടെ ഡ്രസ്സും എല്ലാം വന്നപ്പോൾ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. അത് വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വീണ്ടും മറ്റുള്ള ചടങ്ങുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അത് ശ്രദ്ധിക്കുന്നതെല്ലാം ഫുൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ചെയ്തൊരു എൻഗേജ്മെന്റ് ആണെങ്കിൽ പോലും ഫ്രഷ് ഫ്ലവേഴ്സിന്റെ അതേ ഫീലുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമാണ്. പലരും അതും എടുത്തു പറഞ്ഞിരുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അവർ 100% ഹാപ്പി ആയിരുന്നു എന്ന് അവർ തന്നെ പറയുകയുണ്ടായി. അപ്പം നമുക്ക് ചടങ്ങത്ര ഭംഗിയായപ്പം ആ ചടങ്ങിന്റെ വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമുക്ക് തോന്നി. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്. ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണം ഞാൻ ആദ്യം തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പലരും നമ്മളോട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം മയൂഹം സ്റ്റാർട്ട് ചെയ്തിട്ട് 6 വർഷത്തോളം കഴിയാറായി. ഈ 6 വർഷത്തിനിടയ്ക്ക് കുറച്ചൊരു 2-3 മാസമായി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പൊ ആ വീഡിയോ ഇടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പലരും നമ്മളോട് പറഞ്ഞു വർക്ക് ചെയ്യുന്ന ഹോളുകളെ കാണാനും ഹോളുകളുടെ ഡീറ്റെയിൽ അറിയാനും അവിടെ എത്ര പേര് ഇരിക്കുമെന്ന് അറിയാനും നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാനും നിങ്ങൾ സ്റ്റേജുകൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഇടാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അപ്പം ഈ വീട്ടുകാർക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ട്. ചടങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അവർ യാതൊരു സാധനങ്ങളും കൊണ്ടുവരേണ്ട വന്നില്ല. അപ്പം ഭംഗിയായ വിവാഹം നടന്നു. ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ ഗണപതിയിൽ ചേർത്ത് ഒരു നല്ലൊരു സ്റ്റേജ് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയായിരുന്നു. റെഡ് ബോ ചെയ്ത് വൈറ്റ് ആൻഡ് റെഡിൽ ഒരു ചെയർസ് കവേഴ്സ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഹോളിന് ഒരു ഭംഗിയാക്കി എടുക്കാൻ സാധിച്ചു. അപ്പം ചടങ്ങുകൾ ആരംഭിച്ചു. വിളക്ക് കത്തിക്കുകയാണ് അച്ഛനും അമ്മയും കൂടെ. അപ്പൊ ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കാണുക. നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ട് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം.
ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ കുറിപ്പ് വായിക്കും. വായിച്ചതിന് ശേഷമാണ് മോദികളിൽ നടക്കുന്നത്. എല്ലാ ആൾക്കാരെയും ഭാഗമായി ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നത്. കൊച്ചി ജില്ലയിൽ നിലനിന്നും അതിർത്തിയിൽ ചൈത്രം വീട്ടിൽ ശ്രീമാൻ എസ് സുരേഷ്കുമാറിന്റെയും ശ്രീമതി ചിത്ര സുരേഷിന്റെയും പുത്രി പൂരം നക്ഷത്ര ജാതയായ കുമാരി അമൃത സുരേഷും മാവേലിക്കര താലൂക്കിൽ ചെന്നിത്തലയിലെയും ചെറുകോൾ പോസ്റ്റൽ അതിർത്തിയിൽ എഴുതാലയം വീട്ടിൽ ശ്രീമൻ കെ ശരൺരാജിന്റെയും ശ്രീമതി ആർ രമാദേവിയുടെയും പുത്രി മൂലം നക്ഷത്ര ജാതൻ ശ്രീ രാഘവ് സെൽവരാജ് തമ്മിലുള്ള വിവാഹം കൊല്ലവർഷം 1970 ഇടവമാസം 25-ാം തീയതി, ഇംഗ്ലീഷ് മാസം 2024 മെയ് മാസം 19-ാം തീയതി ഞായറാഴ്ച പകൽ 11:10-നും 11:50-നും മധ്യേ കർക്കിടകം രാശി ശുഭമുഹൂർത്തത്തിൽ ചങ്ങനാശ്ശേരി കൊണ്ടൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുവാൻ 2023 ആഗസ്റ്റ് മാസം 6-ാം തീയതി ഞായറാഴ്ച വധുവരന്മാരുടെയും മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ബന്ധുമിത്രാദികളുടെയും സമുദായ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ ഭഗവത് നാമധേയത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. വധുവരന്മാരുടെ